നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ വടക്കാഞ്ചേരി വാൽക്കുളമ്പ് സ്വദേശിയായ നേഴ്സ് ലെന ജോണിന്റെ മരണം ബ്ലാക്ക്മെയിൽ ജിഹാദാണ് എന്ന ആക്ഷേപം ഉയരുകയാണ്. വടക്കാഞ്ചേരി വാൽക്കുളമ്പ് ജോണിന്റെ മകളായ ലെന കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എറണാകുളത്ത് മരിച്ചത്. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ മരിച്ചുവെന്നായിരുന്നു ബന്ധുക്കളെ അറിയിച്ചത്. എന്നാൽ കുടുംബം, സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഇതിൽ വലിയ തോതിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ആലുവ നജാഷ് ആശുപത്രിയിലെത്തിയാണ് ലെനയ്ക്ക് ആദ്യം ചികിത്സ നൽകിയത്. പിന്നീട് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരിച്ച ശേഷമാണ് എത്തിച്ചത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആദ്യം അതുമായി ബന്ധപ്പെട്ട് കുടുംബം പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ ലെനയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ മനഃപൂർവ്വം പ്ലാൻഡ് മർഡറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക്മെയിൽ ജിഹാദ് എന്ന് പറയാം അതിന്. ഈ കൊച്ച് ആരോടും പറയാതെയാണ് എറണാകുളത്തിന് പോയിരിക്കുന്നത്. എറണാകുളത്തിന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, അവർക്ക് പ്ലേസ്മെൻ്റ് ആയതാണ്. ജിഹാദികളുടെ കൂടെ ആലുവയിലുള്ള ഹോട്ടൽ ഓസോൺ ഹോട്ടലിലാണ് താമസിച്ചത്. ഈ ഓസോൺ ഹോട്ടലിൽ വെച്ച് ഇവളെ അവിടേക്ക് ഒരു പക്ഷേ 99% ട്രാപ്പഡ് ആക്കിയിട്ട് വിളിച്ചു വരുത്തിയതാണ്. ബ്ലാക്ക് മെയിൽ ചെയ്ത് വിളിച്ചു വരുത്തിയതാണ് ഈ ഡോക്യുമെൻറ്റ്സ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു പക്ഷേ ഗ്യാങ് റേപ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ ഇവൾ പുറത്ത് പറയുന്നത് കണ്ടപ്പം ഞായറാഴ്ച വൈകിട്ട് ഇവക്ക് സ്ലോ പോയ്സൺ കൊടുത്തിട്ടുണ്ടാവും. അത് വൊമിറ്റ് ചെയ്തും വയറിളകിയും പോയപ്പോൾ ഇവരുടെ തന്നെ ജിഹാദികളുടെ തന്നെ നജാത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 11 മണിക്ക് ഈ കൊച്ച അമ്മേനെ വിളിച്ചതാണ്. എന്നും രാവിലെയും വൈകിട്ട് അമ്മേനെ വിളിക്കുന്ന കൊച്ച അവൾ 11 മണിക്ക് അമ്മേനെ വിളിച്ചിട്ട് അത് അമ്മയോട് പറഞ്ഞു ചെറിയൊരു വയറിളക്കമുണ്ട്, അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് കിടക്കാമെന്ന്. പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ കൊച്ചു മരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വം പോയ്സൺ കൊടുത്ത് കൊന്ന ബ്ലാക്ക് മെയിൽ ജിഹാദാണിത്. സാനു വിവരങ്ങളുമായി ചേരുകയാണ്. സാനു, ഈ കുടുംബവും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. ഇതൊരു ബ്ലാക്ക്മെയിൽ ജിഹാദിൻ്റെ പുതിയ വേർഷനാണ് എന്ന വിമർശനങ്ങൾ ഉയരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു? ഗൗതം, വടക്കഞ്ചേരി വാൽക്കുളമ്പ് സ്വദേശിയായിട്ടുള്ള ലെന ജോണാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്തരത്തിൽ എറണാകുളത്തേക്ക് പോകുന്നത്. യാതൊരു കാര്യവുമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെയാണ് ഈ പെൺകുട്ടി കുടുംബത്തെ അറിയിക്കാതെ പോലും ഈ എറണാകുളത്തേക്കുള്ള യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് ഈ UNA-യുടെ സമരം. നേഴ്സാണ് ഈ പെൺകുട്ടി. UNA-യുടെ സമരം നടന്നു. ആ UNA-യുടെ സമരത്തിൽ സജീവമായിട്ട് പങ്കാളിയായ ഒരു പ്രവർത്തക കൂടിയാണ് ഈ നേഴ്സായിട്ടുള്ള തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ലെന ജോൺ. ഈ ലെന ജോൺ ഈ സമരത്തിന് അവസാനിച്ചതിന് ശേഷം വെള്ളിയാഴ്ചയാണ് എറണാകുളത്തേക്ക് പോകുന്നത്. ആലുവയിലുള്ള ഓസോൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഈ പെൺകുട്ടി റൂം എടുക്കുന്നത്. പിന്നീടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതായത് വെള്ളിയാഴ്ച റൂം എടുക്കുന്നു, അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടി ഈ പെൺകുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ റൂമിൽ വെച്ചാണ് ഈ പലപ്പോഴായിട്ട് ഈ പെൺകുട്ടി ഈ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഇടയാക്കിയത് അല്ലെങ്കിൽ വിധേയമായതെന്നാണ് ഈ കുടുംബ സുഹൃത്തുക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി ലെന ജോണ് എറണാകുളത്തേക്ക് പോകുന്നത്. എന്നാൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. MOH അടക്കം കിട്ടി വിദേശത്തേക്ക് പോകുന്നതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകൾ ആരംഭിച്ച ഘട്ടത്തിൽ എന്ത് സർട്ടിഫിക്കറ്റാണ് ഈ പെൺകുട്ടിക്ക് ആവശ്യം എന്നുള്ളതും, അതേപോലെ തന്നെ മറ്റൊരു കല്യാണം കൂടി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലെന ജോൺ ഇത്തരത്തിൽ എറണാകുളത്തേക്ക് പോകുന്നത്. അത്തരത്തിൽ പോയതിന് ശേഷം ഇവരെ ട്രാപ്പിലാക്കിയിട്ട് ഈ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നാണ് കുടുംബം പ്രധാനമായിട്ട് ആരംഭിക്കുന്നത്. കുടുംബ സുഹൃത്തുക്കളാണ് ഈ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ബ്ലാക്ക്മെയിൽ ചെയ്ത് ചിത്രങ്ങളടക്കം കൈവശപ്പെടുത്തിയതിന് ശേഷം ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതിനുശേഷം ഈ ഹോട്ടലിൽ താമസിക്കുമ്പോൾ, ഈ റൂമിൽ താമസിക്കുമ്പോൾ കഴിച്ച കുഴിമന്തിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏറ്റു. അതിനുശേഷം അവിടെ തന്നെയുള്ള നജാസ് എന്ന് പറയുന്ന ഒരു ആശുപത്രിയിലേക്കാണ് ഈ ലെനനെ ആദ്യം കൊണ്ടുപോകുന്നത്. ഈ ആശുപത്രിയിൽ വെച്ച് ചികിത്സ നൽകുന്നു. പിന്നീടാണ് ഈ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് രാജഗിരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നാണ് ഈ കൂടെ ഉണ്ടായിരുന്ന അർഷാദ്, സുഹൈൻ എന്നിവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അർഷാദിൻ്റെയും സുഹൈൻ്റെയും സാന്നിധ്യം തന്നെയാണ് കുടുംബ സുഹൃത്തുക്കളെ സംശയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കാരണം ബ്ലാക്ക്മെയിൽ ജിഹാദ്, അതായത് ലവ് ജിഹാദിന്റെ മറ്റൊരു വേർഷൻ ഹിന്ദുഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, ഇതാ ഇപ്പോൾ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ ഈ നഴ്സിംഗ് വിദ്യാർത്ഥിയായിട്ടുള്ള ലെന ജോണിൻ്റെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടായെന്ന് കുടുംബവും സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഈ ലെന ജോൺ കുഴിമന്തി കഴിച്ചു മരിച്ചു എന്ന് കുടുംബത്തെ അറിയിക്കുമ്പോഴും
ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് മുതൽ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ സുഹൃത്തുക്കളും കുടുംബവും ഒക്കെ പറയുന്നത്. ടീച്ചർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം ഇതൊരു ബ്ലാക്ക്മെയിൽ ജിഹാദ് പോലത്തെ ഒന്നാണ് എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. തീർച്ചയായും ആ കേസ് നമുക്ക് കേൾക്കുമ്പോൾ, കാരണം കുഴിമന്തി കഴിച്ചു മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ വേണ്ടിയിട്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങളെ നമുക്ക് എത്ര കാലം തമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? എത്ര കാലം നമുക്ക് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ കാണിച്ച് സമാജത്തിന് മുന്നിൽ നിൽക്കാൻ സാധിക്കും? അതുകൊണ്ട് തീർച്ചയായും ഇവരും രക്ഷിതാക്കളാണ്. ആ രക്ഷിതാക്കളുടെ വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. അത് സമഗ്രമായി അന്വേഷിക്കണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് ഈ കുട്ടിയെ നമുക്ക് ജീവിപ്പിക്കാൻ സാധിച്ചിട്ടല്ല, പക്ഷെ ഇനി ഒരു ഇര ഉണ്ടാകാതിരിക്കാൻ അത് ആവശ്യമാണ്. ഇതിപ്പോ നമ്മൾ വീട്ടുകാരും അനുഭവസ്ഥരും അല്ലെങ്കിൽ ഇതിൽ ഇടപെടുന്ന ഹൈന്ദവ സംഘടനയുടെ ആളുകളും ബന്ധുക്കളും ഒക്കെ പറയുമ്പോഴും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിസ്സംഗത, അല്ലെങ്കിൽ അതല്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു എന്താണ് പറയുന്നത്, അവർ അത്തരത്തിലുള്ള ഒരു പരിശ്രമം, ഇത് കാരണം സമാജത്തിലേക്ക് വേണ്ട വിധത്തിൽ ഇതിന്റെ ഒരു ഭീഷണി എത്തുന്നില്ല. സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല ഇതെന്താണ് എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും അതിന് പറ്റുന്ന വിധത്തിൽ ഇത് ഇനി ഒരു ഇര ഉണ്ടാകരുത്. ആ നിലയിൽ ഈ കേസ് സമഗ്രമായി അന്വേഷിക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും. യെസ്, വളരെ നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സാനുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സാനു, ഈ ലെന ജോണിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അന്വേഷണം ആരംഭിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യത്തിലേക്കാണോ കുടുംബവും സുഹൃത്തുക്കളും ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ഗൗതം, അത് തന്നെയാണ് കുടുംബ സുഹൃത്തുക്കൾ അടക്കം ആവശ്യപ്പെടുന്നത്. ഇതിലൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ്. അതായത് ഈ ലെനയുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 ആൺ സുഹൃത്തുക്കൾ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഇതുവരെ കൃത്യമായിട്ടുള്ള ഉത്തരമെത്തിയില്ല. അർഷാദ്, ഹുസൈൻ എന്നിവരാണ് ഒപ്പമുണ്ടായിരുന്നത്. ഇവരാരാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നൽകാൻ പോലീസ് സംവിധാനങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. കാരണം ഈ സാധാരണ നിലയിലൊക്കെ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുന്നു. ഒരു സ്ഥലത്തുനിന്ന് ഭക്ഷണം വാങ്ങി അത് കഴിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരാദ്യം ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്താണ് കഴിച്ചത്, എവിടുന്നാണ് കഴിച്ചതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കും. ഒപ്പം തന്നെ ആ ഭക്ഷണം തന്ന ആ ഭക്ഷണശാലയെ കേന്ദ്രീകരിച്ച് അന്വേഷണമൊക്കെ ഉണ്ടാകുന്നത് പതിവുള്ള കാര്യമാണ്. അവിടെ പരിശോധന ഉണ്ടാകുന്നത് ഈ സംവിധാനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന രീതിയിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിലയിൽ ആ ഹോട്ടലിൽ തൊട്ട് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പോലീസിൻ്റെയൊക്കെ പരിശോധന ഉണ്ടാകും. എന്നാൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നത്. കാരണം എവിടുന്നാണ് ഈ ഭക്ഷണം വാങ്ങിച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ആ ഹോട്ടൽ ഏതാണെന്ന് അറിയില്ല, ആരാണ് ഒപ്പം ഉണ്ടായിരുന്നതെന്ന് അറിയില്ല. അത് മാത്രമല്ല, ഈ ലെനയുടെ വീട്ടിലേക്ക് ആദ്യം വിളിക്കുന്നത്, ലെന ജോണിന്റെ വീട്ടിലേക്ക് ആദ്യം വിളിക്കുന്നത് ഡോക്ടറാണെന്നുള്ള ഭാഷ്യത്തിൽ ആദ്യം വിളിക്കുന്നത് ഈ ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ്. എന്തുകൊണ്ട് അവർ ഡോക്ടറാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് വിളിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജിലാണ്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഈ ലെന ജോണിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന വേളയിൽ പരിചയമില്ലാത്ത നിരവധി ആളുകൾ വിവിധ വാഹനങ്ങളിൽ അവിടെ ഒരേ സമയം എത്തുന്നു, അവിടെ തമ്പടിച്ച് നിൽക്കുന്നു. ലെനയുടെ മൃതശരീരം വിട്ടു നൽകിയതിന് ശേഷമാണ് ഇവർ ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ ആ സ്ഥലത്ത് നിന്ന് പോയി എന്ന് പറയുന്നത്. അതായത് ലെനയുടെ കുടുംബ സുഹൃത്തുക്കൾ അടക്കമാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന വേളയിൽ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നവരാണ് ഇത്തരത്തിലുള്ള സംശയം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചത്. അത് മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിന്റെ വിവരങ്ങളൊന്നും സാധാരണ നിലയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അതിന്റെ പ്രാഥമിക വിവരങ്ങളൊക്കെ ബന്ധുക്കളെയൊക്കെ അറിയിക്കാറുണ്ട്. അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും സംശയങ്ങൾ ഏറെ ജനിപ്പിക്കുമെന്നാണ് കുടുംബ സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്നലെ നമ്മൾ ലെനയുടെ വീട്ടിലെത്തിയപ്പോൾ ലെനയുടെ അച്ഛൻ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്ന് പറയുമ്പോഴും പല കോണുകളിൽ നിന്നും ഇവരിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഇവരെ കാണാനും അതേപോലെ തന്നെ ഇവരാരൊക്കെയായിട്ട് സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പോലും പലരും ആ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് വീട്ടുകാരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ലെനയുടെ ഇടവക വികാരി പോലും ഇതിൽ കൃത്യമായിട്ട് പ്രതികരിക്കാത്തത് ഒരു ഭീതി കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഒക്കെ ചില ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ അവർ പ്രതികരിക്കാൻ തയ്യാറായെങ്കിലും പിന്നീട് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് ഇത്തരത്തിലുള്ള ആശങ്ക കൊണ്ടാവാം, അല്ലെ പലരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഭീഷണി ഉണ്ടാവാം എന്നുള്ളൊരു ആശങ്ക നിലനിർത്തിക്കൊണ്ടാവാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാത്തതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബ സുഹൃത്തുക്കളൊക്കെ ആരോപിക്കുന്നത്. എന്നാൽ ഇത് വലിയൊരു ഗുരുതര വിഷയമാണ്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ ഓസോൺ ഹോട്ടൽ സംശയനിഴലിലാണ്. ഒപ്പം തന്നെ ലെനനെ ആദ്യം ചികിത്സിച്ചിട്ടുള്ള നജാസ് എന്ന് പറയുന്ന ആശുപത്രി വലിയ രീതിയിലുള്ള സംശയനിഴലിലാണ്. കാരണം എന്താണ് ചികിത്സ ഈ നജാസ് ആശുപത്രിയിൽ നിന്നും ഈ ലെനയ്ക്ക് നൽകിയതെന്നുള്ളത് അതിൽ കൃത്യമായിട്ടുള്ളൊരു മറുപടി ആശുപത്രിയുടെ
ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഇവിടെ വെച്ചാണ് ഈ നജാഫ് ആശുപത്രിയിൽ വെച്ചാണ് ലെനയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാവുന്നത്. ഈ ആശുപത്രിയിൽ വെച്ച് തന്നെ ലെന അമ്മേനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ തനിക്ക് ഇഞ്ചക്ഷൻ തന്നിട്ട് ഇവിടെ വിശ്രമിക്കാൻ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ലെനയുടെ അമ്മയോട് വ്യക്തമാക്കുന്നത്. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം ലെന മരിച്ചു എന്നുള്ളൊരു വിവരമാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ അതായത് ഈ അസുഖം മൂർച്ഛിച്ചതിന് ശേഷം രാജഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ ഒപ്പമുള്ള നജാസ് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ രാജഗിരി ആശുപത്രിയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിൽ അവിടെ എത്തുമ്പോഴേക്കും ലെന മരണപ്പെട്ടിരുന്നു, ലെന മരിച്ചിട്ട് നേരങ്ങൾ ആയി എന്നുള്ള രീതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കുടുംബ സുഹൃത്തുക്കൾ പറയുന്നത്. ആ സർട്ടിഫിക്കറ്റിലും ചില പൊരുത്തക്കേടുകളുണ്ട്. ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് എഴുതിയതിന് തൊട്ട് താഴെ അവിടെ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു എന്ന് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാജഗിരി ആശുപത്രിയിൽ നിന്ന് കൊടുത്ത തുടരണം. ഇപ്പോൾ സൈമൺ ആന്റണി, കാസയുടെ പ്രതിനിധി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സൈമൺ ആന്റണി, ഇതാ ഇപ്പോൾ ഈ ലെന ജോൺ എന്ന ഈ പെൺകുട്ടിയുടെ മരണത്തിലും വലിയ ദുരൂഹത ഉണ്ടാവുകയാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് ഇതൊരു ബ്ലാക്ക് മെയിൽ ജിഹാദിന്റെ മറ്റൊരു വേർഷനാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ധാരാളമായി ഇത്തരം കെണികളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെടുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണോ ലെന ജോൺ? ആ അഭിപ്രായമാണോ കാസയ്ക്കുള്ളത്? അതെ, ഞങ്ങള് ഒരു അന്വേഷണം നടത്തിയപ്പോ ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കേസാണ് ലെനയുടെ മരണത്തിലും ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഞങ്ങള് ഇങ്ങനെ ഒരു മരണം നടന്നപ്പോ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ലെന എക്സാമിന് പോയി എന്നാണ്, IELTS എക്സാമിന് പോയി എന്നാണ്, എറണാകുളത്തേക്ക് പോയി എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. പക്ഷെ നമ്മുടെ കാസിൽ തന്നെയുള്ള ഒരു ചേട്ടൻ ഈ ലെനയുടെ ഒരു റിലേറ്റീവ് കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഇൻഫോം ചെയ്തു. അദ്ദേഹം ഈ പറഞ്ഞ കുട്ടി ഓൾറെഡി അത് എഴുതിയിട്ടുള്ളതാണ്. അത് ഡിസംബറിൽ തന്നെ ഈ കൊച്ചിനെ അൽ ഹംദാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗദി ഹോസ്പിറ്റലിലെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങള് ഇതിനെ തുടർന്ന് ഞങ്ങൾ മദർ ഹോസ്പിറ്റലുമായിട്ട് ഒരു എൻക്വയറി, മദർ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകളുടെ ഇടയിൽ എങ്ങനെയാണ് ഈ ന്യൂസ് പ്രചരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കൊച്ച് മരണത്തിന്റെ തലേ ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത മരണത്തിന് ശേഷം അവിടെയുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്, അവിടുത്തെ സ്റ്റാഫുകൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് ഫുഡ് പോയിസൺ ആയിരുന്നുവെങ്കിൽ ഹലോ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. അതെ, ഫുഡ് പോയിസൺ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ ഫുഡ് പോയിസൺ അടിച്ച കുഴിമന്തി വാങ്ങിയ ഹോട്ടലിന് എതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി അവിടുത്തെ പോലീസ് എടുത്തില്ല എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. ഇത് ആരാണിത് ഫുഡ് മേടിച്ച് കൊടുത്തത്? അത് ഇവിടെ ഒറ്റയ്ക്ക് പോയിട്ട് കഴിച്ചതാണോ? അതേപോലെ ഒരു ഹർഷാദ് പിന്നെ സുഹൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 പേര് ഇതിന്റെ അകത്ത് എങ്ങനെ വന്നു? ഇവര് മദർ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരല്ല എന്നാണ് ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇത് വേറെ എവിടെയുള്ള ആൾക്കാരാണ്. ഈ 2 പേര് എങ്ങനെയാണ് ഇവളുടെ അടുത്തേക്ക് വന്നത്? ഈ 3 ദിവസം ഓസോൺ എന്ന് പറയുന്ന ഹോട്ടലില് താമസിച്ചതായിട്ട് രേഖകൾ കാണുന്നുണ്ട്. അപ്പോ ഈ നജാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ആരാണ്? അങ്ങനെ കുറെ സംശയങ്ങൾ ഞങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഈ ഫുഡ് കഴിച്ച ഇവള് മാത്രമാണോ ഫുഡ് കഴിച്ചത്? അതോ കൂടെ കുഴിമന്തി കഴിച്ചവരിൽ ഈ 2 പേരുണ്ടായിരുന്നോ? അതോ ഈ 2 പേര് മേടിച്ച് കൊടുക്കുകയായിരുന്നോ? എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തതയും ഇല്ല. മാത്രമല്ല, ഈ ലെനയുടെ ബോഡി കിട്ടുന്ന സമയത്ത് ചുണ്ട് വളരെയധികം കറുത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ബോഡി കണ്ടിട്ടില്ല, പക്ഷെ ഈ പറയുന്ന ബന്ധുക്കളൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോ നേരിട്ട് പോയിസൺ കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ ഈ നേഴ്സിംഗ് മേഖലയിലുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അവരും അതിനെ പോയിസണിങ് ആണ് എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ വ്യക്തമാണ്. ശ്രീ സൈമൺ ജോൺ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി.